നമസ്കാരം. UDF-ന് അനുകൂലമായിട്ടുള്ള സർവേ ഫലങ്ങളൊക്കെ നടത്തിയിരുന്നവർ പതിയെ സത്യാവസ്ഥകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ടീം PSRന്റെ ഏറ്റവും പുതിയ സർവേ പുറത്തു വന്നു. ടീം PSR എന്ന് പറയുമ്പോൾ പൊടുന്നനെ കേൾക്കുമ്പോൾ ദേശീയ തലത്തിലൊക്കെ സർവേ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ്. അവർ പോയ വാരത്തിൽ സർവേ ഫലം നടത്തി കേരളത്തിൽ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു. തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള സർക്കാർ വിരുദ്ധത അല്ലെങ്കിൽ ആന്റി ഇൻകംബൻസി പ്രൊജക്ട് ചെയ്ത് UDF-ന് ഗുണമാകാൻ പോകുന്നു എന്ന തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF-ന് വലിയ തോതിലുള്ള മെച്ചമുണ്ടാകാൻ പോകുന്നു എന്നുള്ള പ്രവചനം വന്നിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോൾ അവർക്കും പുതിയ സർവേ പ്രകാരം പഴയ നിലപാട് തിരുത്തേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ സർവേയിൽ കഴിഞ്ഞ ആഴ്ചയിൽ അവർ നടത്തിയ സർവേയിൽ ആദ്യത്തെ ആഴ്ചയിൽ കേരളത്തിലാകമാനം ഓരോ മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച് 1000-ൽ പരം വോട്ടർമാരെ നേരിൽ കണ്ട് സർവേ എടുക്കുന്നതാണ്. അതിലാണ് ആദ്യത്തെ ആഴ്ചയിൽ UDF-നെ സംബന്ധിക്കുന്നിടത്തോളം 77 മുതൽ 85 സീറ്റോടെ അധികാരത്തിൽ വരുമെന്ന് PSRന്റെ പ്രവചനം വന്നത്. വലിയ ആഘോഷമായിരുന്നു അത്തരം ഒരു വലിയ പ്രവചനം. കാര്യം കേരളത്തിൽ മനോരമയും PSRന്റെ സർവേയുമാണ് ആദ്യമായി UDF-ന് കേരളത്തിൽ വലിയ എഡ്ജ് ഉണ്ടാകാൻ പോകുന്നു, അത് 100 സീറ്റിലെത്തില്ലെങ്കിലും 85 സീറ്റ് വരെ നേടാമെന്നുള്ളതാണ് അവരുടെ ആദ്യ ആഴ്ചയിലെ സർവേ ഫലം. ഈ സർവേ ഫലം ഇവർ മുന്നോട്ട് വെക്കുന്നത് ഈ പോകുന്ന ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്തായിരിക്കും റിസൾട്ട് എന്നതിനെ സംബന്ധിച്ചാണ്. അത് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നപ്പോൾ UDF-ന് വലിയ അനുകൂലമുണ്ടായിരിക്കുന്നു. വീണ്ടും ആ സർവേ പ്രാക്ടീസ് അവർ ഒരിക്കൽ കൂടി നടത്തിയ സന്ദർഭത്തിലാണ് നിലവിൽ മണ്ഡലങ്ങളിലെല്ലാം സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടായതായി ബോധ്യപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത് നിലവിലെ MLA-മാരുടെ പെർഫോമൻസ് ആണ്. അവർ കഴിഞ്ഞ 5 വർഷങ്ങളിൽ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ അവർക്കൊരാളായി നിന്നുള്ള അവരുടെ പ്രകടനവും അതിൽ വലിയ മതിപ്പാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥികളെ കൂടി പരിഗണിക്കുമ്പോൾ അവരുടെ മുൻകാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തുമ്പോൾ അവർ തുടരുന്നതാണ് നല്ലത് എന്ന രീതിയിലേക്ക് സർക്കാർ എന്നതിനെ മാറ്റി വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ സംതൃപ്തി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചോയ്സുകൾ MLA-മാരിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ഒരു ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ടിനാണ് അവസരം ഒരുങ്ങുന്നതെന്ന് പുതിയ സർവേ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ സർവേ റിസൾട്ട് പ്രകാരം തെളിയുകയാണ്. അതിൽ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ അവർ നടത്തിയ സർവേയിൽ UDF-ന് കേരളത്തിൽ 77 മുതൽ 85 സീറ്റ് വരെയാണ്. കേരളത്തിലെ UDF നേതാക്കന്മാർ അവകാശപ്പെടുന്നത് പോലെ 100 സീറ്റ് വരെ കിട്ടുന്ന ഒരു സാഹചര്യവും ഇല്ല എന്ന് കഴിഞ്ഞ ആഴ്ചത്തെ അവരുടെ സർവേയിൽ തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് അവർ പ്രവചിച്ചിരുന്നത് ആ സന്ദർഭത്തിൽ, അതായത് പോയ ആഴ്ചയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ 54 മുതൽ 63 സീറ്റ് വരെ കിട്ടാനാണ് സാധ്യത എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അവർ നടത്തിയ സർവേയിലൂടെ കണ്ടെത്തിയത്. എന്നാൽ ഇത് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് നേരത്തെ 77 മുതൽ 85 സീറ്റ് വരെ UDF-ന് കിട്ടുമെന്ന് പ്രവചനം നടത്തിയിരുന്നിടത്തുനിന്ന് UDF-ന് 59 മുതൽ 66 സീറ്റ് വരെ കിട്ടാനേ സാധ്യതയുള്ളൂ എന്ന രീതിയിലേക്ക് പുതിയ സർവേ ഫലത്തിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അതായത് UDF-ന് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ LDF-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ 68 മുതൽ 73 സീറ്റ് വരെ, ശ്രദ്ധിക്കുക, 68 മുതൽ 73 സീറ്റ് വരെ, അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇടതുപക്ഷം എത്തുമെന്ന് ടീം PSRന്റെ പുതിയ സർവേ ഫലം പ്രവചിക്കുന്നുണ്ട്. അതായത് പോയ ആഴ്ചയിൽ കേവലം 54 മുതൽ 63 സീറ്റിൽ നിന്നാണ് ഇടതുപക്ഷത്തിന്റെ കുതിപ്പുണ്ടായിരിക്കുന്നത്. അതിന് ബേസിക്കലി അവർ പറയുന്ന കാരണവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ഡലത്തിലെ MLA-മാരുടെ പ്രവർത്തനമാണ് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിന് അവസരമുണ്ടാക്കുന്നത്. മൂന്നാം തവണയും ഇടതുപക്ഷം വരാനുള്ള എന്താണ് സാഹചര്യം എന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഘടകം MLA-മാരുടെ പെർഫോമൻസ് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിമാർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഏറ്റവും നല്ല ജനപിന്തുണ ആരെന്ന് നോക്കിയാൽ ആദ്യത്തെ ആഴ്ചയിൽ 25.24 പോയിന്റോടെ VD സതീശൻ 1ാം സ്ഥാനത്തായിരുന്നു. തൊട്ടു പിന്നിലായിരുന്നു അവരുടെ സർവേ പ്രകാരം 23.23% പിണറായി വിജയനായിരുന്നു തൊട്ടു പിന്നിൽ. എന്നാൽ ഈ ആഴ്ചയിലും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങിയതോടെ എല്ലാം മാറി മറിയുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 25 പോയിന്റ് കിട്ടിയ സതീശൻ അത് 23 കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ 23% ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനപിന്തുണ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ജനപിന്തുണ 28% വർദ്ധിച്ചതായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇതിന് 3ാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയാണുള്ളത്. അദ്ദേഹത്തിന്റെ പോയിന്റ് കഴിഞ്ഞ ആഴ്ച 16 ആണെങ്കിൽ ഈ ആഴ്ച 10 താഴ്ന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി നേതാക്കന്മാരുടെ പട്ടിക ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമെന്ന് പ്രവചിച്ചിരുന്നവർ പോലും
തെരഞ്ഞെടുപ്പ് ദിനം അടുക്കുമ്പോൾ അതിന്റെ ഓരോ വാരത്തെയും സർവേ നടത്തുമ്പോൾ കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഒരു അനുകൂല ഘടകങ്ങളെല്ലാം മാറ്റി മുഖ്യമന്ത്രിയും പാർട്ടി സംവിധാനങ്ങളെല്ലാം നേരെ ഫീൽഡിലേക്ക് എത്തി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായി മാറി മറിയുന്നുണ്ട്. എതിരഭിപ്രായം പറഞ്ഞവർ വരെ ഇടതുപക്ഷം മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് തുടർച്ചയായി രണ്ടാം തവണത്തെ സർവേയിൽ PSRന് പറയേണ്ടി വന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിന് കിട്ടിയ ഗംഭീരമായിട്ടുള്ള ജനപിന്തുണയാണെന്ന് തെളിയിക്കുന്നുണ്ട്.